ജയിച്ചത് ഞാനാ. ആയിക്കോട്ടെ, സാറിന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ എങ്കില് പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അല്ല സർ, സത്യത്തിൽ ഇത് കുടിക്കുമ്പോ എന്ത് സന്തോഷാ കിട്ടുന്നേ? എടോ മദ്യോ, എടോ ഇത് ഡിവൈനാ, ഡിവൈൻ. എന്താ അതിന് പറയുന്നത്? ഈ ദിവ്യത്വം ഉള്ളതാ, ദിവ്യത്വം. ഇത് ഇന്നും ഇന്നലെ ഒന്നും മനുഷ്യൻ കുടിച്ചു തുടങ്ങിയതല്ല. തനിക്ക് ഈ പുരാണങ്ങളൊക്കെ നന്നായിട്ട് അറിയൂ. ആ പുരാണങ്ങളിലൊക്കെ മഹർഷിമാരും ദേവന്മാരും ഒക്കെ ഇത് കുടിക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇതേ നമുക്ക് തരുന്ന ആനന്ദം ഉണ്ടല്ലോ, ഇത് നമുക്കായി സൃഷ്ടിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ പാറി പറന്ന് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒരു വട്ടം കുടിച്ചു നോക്ക്. എന്നിട്ട് ഞാൻ കുടിച്ചിട്ട് കാല് നിലത്തുറക്കാതെ ഇവിടെ നടന്നാ സാറിന് ഇഷ്ടപ്പെടുവോ? Why not? അവനെ കുടിച്ചു നോക്കുന്ന. ശരി, ഈ മുറിക്കകത്ത് സാറ് പറയുന്നത് ശരിയാ. നാളെ ഞാൻ കുടിച്ചിട്ട് പുറത്തിറങ്ങി നടന്നാലോ, എവിടെയെങ്കിലും കറങ്ങി വീണാലോ, അത് സാറിന് ഇഷ്ടപ്പെടുവോ? ശരി, എന്റെ കാര്യം വിട്. ഇത്രയും വിഷമങ്ങൾ ഉണ്ടായ പത്മ മാഡം ഇതുപോലൊന്ന് കുടിച്ചാലോ, എന്നിട്ട് വീട്ടിലേക്ക് കയറി വന്ന് സാർ ഉണ്ടാക്കുന്ന പോലെ ബഹളം ഉണ്ടാക്കിയാ സാറിന് ഇഷ്ടപ്പെടുവോ? ഇന്ദ്രജ മാഡം കുടിച്ചിട്ട് വന്നാൽ സാർ സമ്മതിക്കുവോ? കോളേജിൽ പഠിക്കുന്ന വേദ മാഡം കുടിച്ചിട്ട് വന്നാ സാറിന് ഇഷ്ടപ്പെടുവോ? പറയൂ സാർ. താൻ വീണ്ടും റോങ് ആയിക്കൊണ്ടിരിക്കട്ടോ. അല്ല സാർ, സാറ് പറഞ്ഞത് ശരിയാ. കുടിക്കുന്ന ആൾക്ക് നല്ല സന്തോഷം കിട്ടും. പക്ഷെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക്, അത് അനുഭവിക്കുന്നവർക്ക് അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ സാറ് കുടിക്കുന്നോണ്ട് ആരും കരയില്ലായിരിക്കും. പക്ഷെ സാറിനറിയോ, അച്ഛൻ കൊടിയനായതുകൊണ്ട് കരയുന്ന എത്ര മക്കൾ നാട്ടിലുണ്ടെന്ന്? സാറിനറിയോ, അത് കാരണം നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ മടിക്കുന്ന എത്ര മക്കളുണ്ട്? ഏത് കുടിയനാ സർ സ്വസ്ഥായിട്ടൊരു ജീവിതം ഉള്ളത്? അയാളെ കുടിക്കാനുള്ള കാരണങ്ങള് നിത്യേന അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ. അയാൾക്ക് സന്തോഷം വന്നാ അയാൾ കുടിക്കും, സങ്കടം വന്നാ കുടിക്കും. പക്ഷെ എല്ലാം കഴിഞ്ഞ് അയാൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ഇതൊന്നും ഇഷ്ടമില്ലാത്ത കുടുംബം ഉണ്ടാവും അവിടെ. ഇതൊന്നും അയാൾ ചിന്തിക്കില്ല. നന്ദിനി, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. സാർ പറഞ്ഞെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലെന്ന് മനസ്സിലായി. സർ, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, നമുക്ക് വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാലേ ആ ജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ മനസ്സറിയണം. അവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ നമ്മുടേതും കൂടെയാണെന്ന് ചിന്തിക്കണം. എന്നിട്ട് ചിരിക്കുന്നവരുടെ കൂടെ ചിരിക്കാനും കരയുന്നവരുടെ കണ്ണീരൊപ്പാനും പറ്റണം. അപ്പോഴാ സർ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം ഉണ്ടാവുക. ഓക്കെ, തർക്കം നമുക്ക് ഇവിടെ നിർത്താം. വിവേക് ഈസ് കോളിംഗ്. വിവേക്. സൂര്യ, നീ നല്ല ഫോമിലാണല്ലോ. ഹേയ്, നത്തിങ്. ഞാനും നന്ദിനിയും കൂടെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, നീ എന്തിനാ വിളിച്ചേ? എടാ, നീ നമ്മുടെ പഴയ ക്ലാസ്മേറ്റ് ശങ്കർലാലിന്റെ നമ്പർ ചോദിച്ചില്ലേ? ശങ്കർ, ചോദിച്ചു. ഞാനത് തപ്പിയെടുത്തിട്ടുണ്ട്. ഓഹോ, അവനിപ്പോ ജീവനോടുണ്ടാ? അപ്പൊ ഒന്ന് വിളിക്കണല്ലോ. ഞാൻ നമ്പർ പറയാം, നീ ഒന്ന് എഴുതിയെടുത്തേ. ഞാൻ പേന, ഒരു മിനിറ്റേ, ഞാൻ പേന ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, നിക്കേ. ശങ്കർലാൽ. എടാ, നമ്പർ പറ.
675. 675. താങ്ക് യു വിവേക്. ഓക്കെ, ഞാനേ അവനെ വിളിച്ചോളാം. ശരിയടാ. ഓക്കെ. സാറിന്റെ കൈക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തൊരു വേദന. ഇത്രയും എഴുതിയെടുത്തെങ്കിൽ ചെക്കിൽ ഒപ്പിടാനാണോ ബുദ്ധിമുട്ട്? ഓ അത് അത് പിന്നെ ഇപ്പൊ വിവേക് അവൻ പറഞ്ഞപ്പോ ഞാൻ അറിയാതെ അങ്ങ് എഴുതി പോയെന്നേ ഉള്ളൂ. ഒന്ന് നോക്കിയേ, എനിക്ക് കൈ വേദനിച്ചിട്ട് വയ്യ. സത്യം പറഞ്ഞാ ഞാനത് എഴുതണ്ടായിരുന്നു. അല്ലേ നന്ദിനി? തന്നെ കൂടെ അങ്ങ് ജയിച്ചാൽ മതിയായിരുന്നു. സാർ ചുമ്മാ കളിക്കല്ലേ? അല്ല നന്ദിനി, എനിക്ക് നല്ല സ്ട്രെയിൻ ഉണ്ട്. നോക്ക് ദേ ഇവിടെ. എവിടെ? ഞാൻ നോക്കട്ടെ. എന്തൊരു സാർ? എന്തൊരു പെയിനാ അത് നന്ദിനി, എനിക്ക് പറ്റുന്നില്ല ശരിക്കും. ആ നോക്കട്ടെ. അയ്യോ, ഇവിടെയാണോ? അവിടെ തന്നെ. ഞാൻ അവിടെ ഇരിക്കാം. ഒന്ന് നോക്കിയേ. ഇത് ഞാനിപ്പോ മാറ്റിത്തരാം.